ഈ ആധുനിക കാലഘട്ടത്തിൽ പുതിയ ഒരു തലമുറയുടെ ഒരു ഭീഷണിയിലാണ് എന്ന് പറയാം ഇന്നത്തെ മാതാപിതാക്കളും അധ്യാപകരും. കാരണം ഈ നൂറ്റാണ്ടിലെ 95 മുതൽ 2013 വരെ ജനിച്ച കുട്ടികളെ ഒരു പ്രത്യേകമായ ഒരു ജനറേഷനിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവരെ ജൻസികൾ എന്നാണ് പറയുക. അവരുടെ ഭാഷകളും അവരുടെ രീതികളും ഈ കാലഘട്ടത്തിലെ അധ്യാപകർക്കും മാതാപിതാക്കൾക്കും മനസ്സിലാകുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. കാരണം ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു ബ്രിട്ടീഷ് വെബ് സീരീസ് ഉണ്ടായിരുന്നു, അഡോളസൻസ്. അതിൽ 13 വയസ്സുകാരനായ ഒരു കൗമാരക്കാരൻ തൻ്റെ സ്കൂൾ ജീവിതത്തിൽ തൻ്റെ ഒരു കൂട്ടുകാരിയെ കൊലപ്പെടുത്തുന്ന ഒരു രംഗമുണ്ട്. അതിൻ്റെ അന്വേഷണവുമായി കടന്നു ചെല്ലുമ്പോൾ പോലീസുകാർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്തവണ്ണം ഈ കാലഘട്ടത്തിലെ കുഞ്ഞുങ്ങളുടെ ഭാഷകളും ജീവിതക്രമങ്ങളും ഭാവനകളെല്ലാം മാറിയിരിക്കുന്നു. അത് നമ്മുടെ ഇന്ത്യയിലേക്കും നമ്മുടെ കേരളത്തിലേക്ക് വ്യാപിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതിനെക്കുറിച്ച് ഒരു വിശകലനം, ഒരു ചർച്ച ഇന്ന് നമ്മളിവിടെ നടത്തുകയാണ്. അതിന് നമ്മുടെ കൂടെയുള്ളത് കാഞ്ഞിരപ്പള്ളി ആനക്കല്ലിലുള്ള സെൻറ്റ് ആൻ്റണീസ് പബ്ലിക് സ്കൂളിൻ്റെ പ്രിൻസിപ്പാളായ റവറൻഡ് ഫാദർ ആൻ്റണി തോക്കനാട്ടാണ്. അച്ഛൻ 30 വർഷക്കാലം തൻ്റെ അധ്യാപന ജീവിതത്തിൻ്റെ ആ പരിചയ സമ്പത്ത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലൂടെ കടന്നു പോയപ്പോഴും ഇപ്പോഴും അച്ഛൻ ഈ തലമുറ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെക്കുറിച്ചും നമ്മളോട് പങ്കുവയ്ക്കുകയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. അച്ഛാ, ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈ കാലഘട്ടത്തിലെ ജൻസികളുമായിട്ട് അച്ഛൻ അച്ഛൻ അവരോടൊപ്പം സഞ്ചരിക്കുകയാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളും ഈ കാലഘട്ടത്തിലെ വിദ്യാർത്ഥികളും തമ്മിൽ അച്ഛനൊന്ന് പരിശോധിക്കുമ്പോൾ ഇപ്പോഴത്തെ എന്തുമാത്രം വെല്ലുവിളികൾ നേരിടുന്നുണ്ടോ, അതോ ഈസിയാണോ അവരെ കൈകാര്യം ചെയ്യാൻ? നമുക്കറിയാം, വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടത്. ഈ വിഷയം വളരെ പ്രസക്തമാണ്. കാരണം ഞാൻ ഏതാണ്ട് 30 വർഷം മുമ്പ് ഈ സ്കൂളിൽ തുടങ്ങിയതാണ്, അധ്യാപകനായിട്ട്, വൈസ് പ്രിൻസിപ്പളായിട്ടും പ്രിൻസിപ്പളായിട്ടും എല്ലാം. അതിനുശേഷം ഞാൻ 11 വർഷം അമേരിക്കയിലായിരുന്നു. പിന്നീട് ഞാൻ തിരിച്ചിവിടെ 2022 വന്നു. ഇപ്പോൾ 4-ാം വർഷമാണ്. അപ്പോൾ അതിൻ്റെ 18 വർഷമാണ് ഞാൻ ഈ സ്കൂളിൽ ജോലി ചെയ്തത്. ഇത് വളരെ വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു 30 വർഷം മുമ്പ് ചിന്തിക്കുമ്പോഴും ഇപ്പോൾ ചിന്തിക്കുമ്പോഴും വളരെ വ്യത്യസ്തമാണ്. സമൂഹം അതുപോലെ മാറിപ്പോയി, അതുപോലെ നമ്മുടെ കുടുംബങ്ങൾ മാറിപ്പോയി, എല്ലാ രീതികളും മാറി. പ്രത്യേകിച്ച് നമ്മുടെ കോവിഡാണ് നമ്മുടെ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനപരമായിട്ട്. നമ്മളിപ്പോൾ പറയുമല്ലോ, കോവിഡിന് മുമ്പും കോവിഡിന് ശേഷവും എന്നുള്ള രീതിയിൽ ഒത്തിരി വ്യത്യാസങ്ങൾ കുട്ടികളെ കൈകാര്യം ചെയ്യുന്നതിൻ്റെ അകത്ത് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. പ്രധാനപ്പെട്ട കാരണം ഞാൻ കാണുന്നത് നമ്മുടെ ഈ സോഷ്യൽ മീഡിയയുടെ ആവിർഭാവവും അതിലേക്ക് കുട്ടികൾ കടന്നു ചെന്നു. അവിടെ നമുക്ക് പ്രത്യേകിച്ച് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ ആ 2-3 വർഷം കടന്നു പോയപ്പോൾ കുട്ടികൾ നമ്മളിൽ നിന്ന് കൈവിട്ടു പോയില്ലേ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. അന്നത്തെ 30 വർഷം മുമ്പും ഇന്നത്തെ കുട്ടികൾ തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അടിസ്ഥാനപരമായിട്ട് നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല കുട്ടികളാണ്. ബേസിക് ആയിട്ടുള്ള നല്ല ഗുണങ്ങളെല്ലാം ഉള്ള കുട്ടികളാണ്. അപ്പം നമ്മൾ ഇനി അതിനെ ഒന്ന് വ്യത്യസ്തമായ രീതിയിൽ പരിപാലിക്കുക, കാര്യങ്ങൾ കണ്ടുപിടിച്ച് വ്യത്യസ്തമായ രീതിയിൽ അതിനെ നമ്മൾ വളർത്തിക്കൊണ്ട് വരിക എന്നുള്ള കുട്ടികളെ പരിശീലനത്തിലും മാതാപിതാക്കന്മാരുടെ പങ്ക്, അധ്യാപകരുടെ പങ്ക് വ്യത്യസ്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മാറി വരുന്ന സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് മാറാൻ സാധിച്ചില്ലെങ്കിൽ അത് ടോട്ടലായിട്ട് കൈവിട്ടു പോകുന്ന ഒരവസ്ഥയിലേക്കാണ് ഇപ്പം വരുന്നത്. അതുപോലെ തന്നെ അച്ഛാ, ഈ പറഞ്ഞ പോലെ തന്നെ ഈ കോവിഡ് ഒരു വലിയ, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഈ കുഞ്ഞുങ്ങളിലാണ്, ഈ ജൻസികളിലാണ് കൃത്യമായിട്ടൊരു മാറ്റം വന്നത്. അതോടുകൂടി അവർ പുതിയ ഭാഷകൾ, നമുക്ക് പരിചയമില്ലാത്ത ഭാഷകൾ സംസാരിക്കുന്നു. അവർ ഈ സോഷ്യൽ മീഡിയ വഴിയാണ് അവരുടെ സംഭാഷണങ്ങളെല്ലാം. കൂടുതൽ സംസാരം അവർ കുറച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അവർ ഇമോജികളൊക്കെയാണ് അവരുടെ പുതിയ വ്യാഖ്യാനങ്ങളൊക്കെ കൊടുക്കുന്നത്. അതിലൂടെ ഒരാളെ തകർക്കാനും ഒരാളെ മുന്നോട്ട് നയിക്കാനൊക്കെ ആയിട്ടൊക്കെ ഇവർ പലപ്പോഴും ശ്രമിക്കുന്നത് അതുപോലെയാണ്. അത് നമ്മുടെ ഈ സ്കൂളുകളിലും ഈ അധ്യാപകർക്കും മാതാപിതാക്കൾക്കും ഇത് മനസ്സിലാകാതെ പോകുന്നുണ്ട്. കാരണം ചിലപ്പോൾ അവർ സോഷ്യൽ മീഡിയയുമായിട്ടൊക്കെ ഇനി ഇരിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ ആദ്യം ഓർക്കണം, കമ്പ്യൂട്ടറിൻ്റെ പുറത്ത് രാത്രി തന്നെ ഇരിക്കുമ്പോൾ അവർ ചിലപ്പം അവരുടെ ചിന്തയിൽ പെട്ടെന്ന് വരുന്ന ഒരു പോൺ വീഡിയോ കാണുന്നു എന്നുള്ളതാണ്. പക്ഷേ അവരത് കാണുന്നില്ല. അവർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഗെയിമുകളും
മറ്റ് ചില മൂവികളൊക്കെയാണ് അവർ കാണുന്നതൊക്കെ. അത്രമാത്രം ഒരു ആ മേഖലയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഒരു പുതിയൊരു കാലഘട്ടത്തിലേക്ക് അവർ തിരിയുമ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഒരു ശ്രദ്ധയെന്ന് പറയുന്നത് നമ്മുടെ ഈ കാലഘട്ടത്തിലെ അധ്യാപകർക്കും മാതാപിതാക്കൾക്കും ഇവരെ മനസ്സിലാക്കാൻ പറ്റാതെ കൊണ്ടാണോ ഇപ്പോഴുള്ള സ്കൂളുകളിലും മറ്റുമൊക്കെയുള്ള ആക്രമണങ്ങളും, ഇപ്പം പിള്ളേരെയൊക്കെ അവർ പെട്ടെന്ന് വയലൻ്റ് ആകുന്നു, നമ്മളെന്തെങ്കിലും ഉപദേശിക്കുമ്പോൾ അവർക്ക് പറ്റുന്നില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു വയലൻ്റ് ആകുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ, അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനെ നമ്മൾ എങ്ങനെയാണ് ഇതിപ്പോൾ ഇവിടെ നമ്മുടെ സ്കൂളുകളിൽ അധ്യാപകർ എങ്ങനെ അത് മാനേജ് ചെയ്യുന്നുണ്ട്? ഇതിൻ്റെ അകത്ത് രണ്ട് കാര്യമുണ്ട്. അതായത് ഒന്ന് പറഞ്ഞു വരുന്ന പോലെ ഇവരുടെ ഒരു ഭാഷ വ്യത്യസ്തമാണ്. ഇവർ ഉപയോഗിക്കുന്ന ഭാഷകൾ ഈ പിന്നെ ഗൂഗിള് നമുക്കറിയാം, ഇപ്പം ChatGPT ഉണ്ട്, അതുപോലെ മറ്റ് ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ കുട്ടികൾക്കറിയാം. ഇപ്പം മാതാപിതാക്കന്മാർ ഒരു സാധാരണഗതിയിൽ ഒരു 40-45 വയസ്സിനുള്ള മാതാപിതാക്കന്മാരാണെങ്കിൽ അവരെക്കാട്ടിലും ഒരു 20 വർഷം അഡ്വാൻസ്ഡ് ആയിട്ടാണ് കുട്ടികൾ ഈ IT ഫീൽഡിലുള്ള അവരുടെ ഡെവലപ്മെൻറ്റ് നോളജ്. കുട്ടികൾ അവർ ചെയ്യുന്നത് മാതാപിതാക്കന്മാർക്ക് അറിയത്തില്ല എന്താണെന്ന്. അവർ വ്യത്യസ്തമായ രണ്ട് ലോകമാണ്. ഇവരുടെ ഭാഷ വ്യത്യസ്തമാണ്. ഈ പറഞ്ഞ ഇമോജികൾ ഉപയോഗിക്കുന്ന കോഡ് ലാംഗ്വേജുകളുണ്ട്, ഇതെല്ലാം ഉണ്ട്. അതുപോലെ ചാറ്റിന് അവർക്ക് അറിയാം. സാധാരണഗതിയിൽ അവർ ഇംഗ്ലീഷിൽ ചാറ്റ് ചെയ്യാറില്ല, നമ്മൾ പറയുന്ന പോലെ മംഗ്ലീഷാണ് ഉപയോഗിക്കുന്നത്. അതിൽ ഭയങ്കര സ്പീഡാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രത്യേകമായ ഒരു ശൈലിയിൽ ഇവർക്കൊരു കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഉണ്ടെന്നുള്ള സത്യമാണ്. പലപ്പോഴും ഞാൻ പല കാര്യങ്ങളും കണ്ടുപിടിക്കാറുണ്ട്. എനിക്ക് പോലും മനസ്സിലാകാത്ത വാക്കുകൾ ഞാനും ഗൂഗിൾ ചെയ്തും ഒക്കെ കണ്ടുപിടിച്ചതിൻ്റെ അർത്ഥം കണ്ടുപിടിക്കുമ്പോൾ വളരെ നമുക്ക് അത്ഭുതപ്പെട്ടു പോകും. ഈ വാക്കുകൾ ആർക്കും അറിയത്തില്ല. ഞാൻ പല വാക്കുകൾ കണ്ടുപിടിച്ചതിന് അർത്ഥം അറിയത്തില്ല. അപ്പോൾ ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു വേൾഡിലാണ് കുറേ കുട്ടികളെങ്കിലും ജീവിക്കുന്നത്. അങ്ങനെ ഒരു വേൾഡ് ഉണ്ട്. ഈ കുട്ടികളുടെ ഒരു ഹിഡൻനെസ്, അതായത് മാതാപിതാക്കളിൽ നിന്ന് അധ്യാപകരിൽ നിന്ന് മറയപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട്, അവർക്ക് പിടികിട്ടാത്തൊരവസ്ഥ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അത് ഭയാനകമായ രീതിയിൽ അത് കൂടി വരികയാണ്. അപ്പോൾ അതിനെ നമ്മൾ ഫലപ്രദമായ രീതിയിൽ പ്രതിരോധിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പ്രതിരോധിച്ചില്ലെങ്കിൽ ഈ പറഞ്ഞ ഇവരുടെ കുട്ടികളുടെ ഭാഷ നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറയുന്നത് ഇതിനകത്ത് കുട്ടികളെത്തിൻ്റെ നമ്മളെല്ലാത്തിൻ്റെയും ഭാഷ എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ ഭാഷയാണ്. ഈ സ്നേഹത്തിൻ്റെ തലത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം ഞാൻ കാണുന്നത് ഭവനങ്ങളിൽ നല്ലൊരു സ്നേഹബന്ധം ഉണ്ടായിരിക്കണം. എനിക്ക് തോന്നുന്നു ഇന്ന് തിരക്കാണ്, മാതാപിതാക്കന്മാർക്കും ഇത്തിരി തിരക്കുണ്ട്, എല്ലാവരും ജോലിക്ക് പോകുന്നവരാണ്. അപ്പോൾ രണ്ടുപേരും ജോലിക്ക് പോകുന്നവരാണെങ്കിൽ വളരെ തിരക്കാണ്. അപ്പോൾ കുട്ടികൾ അവരുടെ ഒരു ലോകത്തിലേക്കാണ് ചെല്ലുന്നത്. സ്കൂളിൽ നിന്ന് ചെല്ലുമ്പോഴേ ഫോണ് അല്ലെങ്കിൽ മറ്റ് ഈ കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആ ലോകത്തിലിരിക്കാനായിട്ടുള്ള സാഹചര്യമാണ് കൂടുതലുള്ളത്. പല കുട്ടികളെ എനിക്കറിയാം വീട്ടിൽ മുറി കയറി കഥകടച്ചിരിക്കുകയാണ്. പിന്നെ പ്രയറിനൊന്നും വരാറില്ല, കുടുംബ പ്രാർത്ഥനകളില്ല, പിന്നെ ഭക്ഷണം പോലും ഒരുമിച്ചിരുന്ന് കഴിക്കാറില്ല. ഇങ്ങനെയൊക്കെ വളരെ ഭയാനകമായ അവസ്ഥ നമ്മുടെ പല കുടുംബങ്ങളിലുണ്ട് എന്നുള്ളത് ഞാനിങ്ങനെ ഫീൽഡ് വർക്ക് ചെയ്യുന്നയാളാണ്, ഞാൻ വീടുകളിൽ പോകുന്നയാളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ കുട്ടികളെ 1-on-1 ഇൻട്രാക്ഷനാണ്, നേരിട്ട് ബന്ധപ്പെട്ട് ഇരുന്ന് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി മാതാപിതാക്കന്മാർ പ്രത്യേകിച്ച് ആ ഒരു 6ാം ക്ലാസ് 5ാം ക്ലാസ്സോ 6ാം ക്ലാസ് തൊട്ട് ഒരു 12 വരെയുള്ള ആ കാലഘട്ടത്തിൽ 6 വർഷമാണ് എൻ്റെ ഒരു ഏറ്റവും ഇതായിട്ട് തോന്നുന്നത്. ആ സമയത്ത് നമ്മൾ കുട്ടികളുടെ കൂടെ വേണം, അവരെ മനസ്സിലാക്കണം, സംസാരിക്കണം, ആരാണ് അവരുടെ കൂട്ടുകാരെന്ന് നോക്കണം, ഏത് തരത്തിലുള്ള ഇതാണ് അവർ വാച്ച് ചെയ്യുന്നത്, ഫോൺ എന്നാണ് ഉപയോഗിക്കുന്നത്, ഏത് ബന്ധങ്ങളാണ്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമും സ്നാപ്ചാറ്റുമാണ് ഏറ്റവും വില്ലനായിട്ട് നിൽക്കുന്നത്. ഇത് രണ്ടുമാണ് നമ്മുടെ കുട്ടികളെ തെറ്റായ രീതിയിലേക്ക്. അതുപോലെ തന്നെ ഒരുപാട് തെറ്റായ സന്ദേശങ്ങൾ നൽകുന്ന യൂട്യൂബ് ചാനലുകളുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള ഗെയിമുകളുണ്ട്. അത് ഫ്രീ ഫയർ പോലുള്ള ഗെയിമൊക്കെ വളരെ അഡിക്റ്റീവും ഭയാനകമായ പ്രത്യാഘാതം ഉളവാക്കുന്ന എനിക്ക് കേസുകളുണ്ട്. പല കേസുകളും ഞാൻ നേരിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അത് കുട്ടികളെ വളരെ മോശമായിട്ട് ബാധിക്കുന്നുണ്ട്. മാതാപിതാക്കന്മാരുടെ പരിചയക്കുറവുണ്ട്. മാതാപിതാക്കന്മാർക്ക് അറിയത്തില്ല ഇങ്ങനെയുള്ള വലിയൊരു ഇതിലാണല്ലോ കുട്ടികൾ പോകുന്നത്, അവർക്ക് അറിയത്തില്ല, അവരങ്ങ് വിശ്വസിക്കുക. പിന്നെ കുട്ടികൾക്ക് അവരെ ബോധ്യപ്പെടുത്താനുള്ള ഒരു വലിയ വശം കൂടെ ഉണ്ട്. കുറേ നുണയെല്ലാം പറയും കുട്ടികൾ. അങ്ങനെ നുണ പറഞ്ഞ് മാതാപിതാക്കന്മാരെ അവരെ വേറൊരു അവസ്ഥയെ നിർത്തിയിരിക്കുക കുട്ടികൾ. അതുപോലെ തന്നെ വെച്ചാൽ ഈ ഇങ്ങനൊരു ആധുനിക ലോകത്തിൽ പിള്ളേർ കമ്പ്യൂട്ടറിൻ്റെ മേഖലയിലൂടെ അവർ വളർന്നിരിക്കുകയാണ്. അവർ കഴിഞ്ഞ് ഈ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ മൊബൈലോ ഒഴിച്ചു മാറ്റാൻ പറ്റാത്തതാണ്. അപ്പം അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ വകുപ്പൊക്കെ കമ്പ്യൂട്ടർ ലാബുകൾ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ കാലഘട്ടത്തിലെ ഈ കുഞ്ഞുങ്ങളുടെ ഒരു മാനസിക വളർച്ചയ്ക്കനുസരിച്ച് നമ്മുടെ വിദ്യാഭ്യാസ നയം മാറിയിട്ടുണ്ടോ? അതിനനുസരിച്ചൊരു അപ്ഡേഷൻ നടന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് പുതിയ ഇന്നോവേഷൻസ് എല്ലാം ഉണ്ട് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ. പക്ഷേ ഇതിനകത്തെല്ലാം പ്രധാനപ്പെട്ടതായിട്ടുള്ളത് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു ബൗദ്ധികമായ തലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ് ഇതെല്ലാം.
ടെക്നോളജി ബൗദ്ധികമായിട്ടുള്ള, ഇമോഷണലായിട്ടുള്ള, വൈകാരികമായിട്ടുള്ള, വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള, ഹൃദയത്തെ സ്പർശിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളൊരു സങ്കടകരമായ കാര്യമാണ്. അപ്പോൾ പിള്ളേർ നല്ല ബുദ്ധിമാന്മാരാണ്, പഴയ തലമുറയിൽ നല്ല ബൗദ്ധികമായിട്ടുള്ള അറിവും എല്ലാം ഉണ്ട്. പക്ഷേ ഇവർക്ക് പെട്ടെന്ന് നമുക്ക് ഒരു സാഹചര്യങ്ങളെ പൊരുത്തപ്പെടാനായിട്ട് സാധിക്കുന്നത് വളരെ വൈകാരികപരമായിട്ടുള്ള പക്വത കുറഞ്ഞാണ്, അല്ലെങ്കിൽ അവർക്ക് ശക്തിയില്ല, കെൽപ്പില്ല, പിടിച്ചു നിൽക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് എന്നല്ലേ പറയുന്നത്. അത് ഭൗതികവും മറ്റു പിന്നെ അതുപോലെ തന്നെ ആധ്യാത്മികമായ കാര്യങ്ങളുണ്ട്, മാനസികമായിട്ടുള്ളത്, ഇതെല്ലാം കൂടെ കൂടിയുള്ള ഒരു ഇതാണ്. അത് പലപ്പോഴും എനിക്ക് തോന്നുന്നത് വൺ സൈഡഡ് ആയിട്ട് മാറുക. പിള്ളേർ ഭയങ്കര അഡ്വാൻസ്ഡ് ആണ് ഈ ടെക്നോളജിയുടെ കാര്യത്തിൽ. അത് മാത്രം പോരാ, ഈ പറഞ്ഞതുപോലെ എല്ലാ മേഖലയും കൂടെ ഉൾക്കൊള്ളുന്ന രീതിയിലേക്ക് നമ്മുടെ ഒരു സൊസൈറ്റി അതിനെ അങ്ങോട്ട് കൂടുതലായിട്ട് അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല. വേണ്ടതാണ്. എന്നാലേ നമ്മൾ കുറച്ചുകൂടെ പിള്ളേരെ ബാലൻസ്ഡ് ആയിട്ടുള്ള, മച്യൂർഡായിട്ടുള്ള പൗരന്മാരായിട്ട്, പൗരബോധമുള്ളവരായിട്ട്, രാജ്യത്തിന് ഉപകാരപ്രദമായ രീതിയിൽ. ഇപ്പം നമുക്കറിയാം ഈ വയലന്റ് നേച്ചർ കൂടി വരികയാണ്. അത് ഈ ഗെയിമിൻ്റെ ഒരു ഭാഗമാണ്. ചില ഗോളുകളും ചില ടാർഗറ്റുകളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഗെയിമിൻ്റെ എൻഡ് റിസൾട്ട്. അപ്പം അതിനുവേണ്ടി അവരെന്തും കാണിക്കും. അപ്പോൾ ആ വയലന്റ് നേച്ചറിനെ നമ്മൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇപ്പം നമ്മൾ കാണുന്നുണ്ടല്ലേ, നമ്മൾ എല്ലാ ദിവസവും കാണാമല്ലോ ബസ് സ്റ്റാൻഡുകളിൽ അടിയെ, അതുപോലെ തന്നെ പിള്ളേർ തമ്മിലുള്ള അക്രമം, ഇതെല്ലാം കൂടുതലാണ്. കൊലപാതകം വരെ ആയിട്ടുണ്ട്. നമുക്കത് കണ്ട കഴിഞ്ഞ വർഷമൊക്കെ കണ്ടതാണ്. അപ്പോൾ അത് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വലിയൊരു പ്രശ്നമാണ്. അത് കൂടിക്കൂടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ അച്ഛൻ്റെ ആദ്യകാലങ്ങളിലെ ഒരു അധ്യാപന ശൈലിയും അതേപോലെ ഇപ്പോഴല്ല ഇപ്പോഴത്തെ ശൈലികൾ. അന്നത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ഒരു മാനസികമായിട്ട് ഒരു നല്ലൊരു അടുപ്പം ഉണ്ടായിരുന്നു, ഒരു ഗുരു ശിഷ്യ ബന്ധം. ഈ കാലഘട്ടത്തിലെ പുതിയ ന്യൂജൻ അധ്യാപകരും ന്യൂജൻ പിള്ളേരുമാണ്. പക്ഷെ പലർക്കും ഒരു വൈകാരികമായൊരു അടുപ്പമോ ഒന്നുമില്ല. ഒരു സാലറിക്ക് വേണ്ടി വരുന്നു, പിള്ളേർ ഉഴപ്പിയാലും അങ്ങനെയൊക്കെ ഒരു പല മേഖല നമ്മൾ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ അന്നത്തെ കാലഘട്ടത്തിൽ വടിയുണ്ടായിരുന്നു, അല്ലെ ശിക്ഷണം ഉണ്ടായിരുന്നു. ഇന്ന് വടിയെടുത്താൽ അത് ക്രിമിനൽ കുറ്റമായി മാറുന്നു. അതിനെ അച്ഛനൊന്ന് എങ്ങനെയാണ് നോക്കിക്കുന്നത്? അത് ഞാൻ പറയാം, സാധാരണഗതിയിൽ വടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പിള്ളേരുടെ നന്മയ്ക്ക് വേണ്ടി ആ രീതിയിലാണ് പഴയ ആൾക്കാർ കണ്ടുകൊണ്ടിരുന്നത്. ഇന്നിപ്പം വന്ന് പുതിയ പുതിയ നിയമങ്ങൾ വന്ന്, അതായത് നിയമം നല്ലതാണ്, കുട്ടികളെ നമ്മളെപ്പോഴും സംരക്ഷിക്കണം, അതാണല്ലോ എല്ലാത്തിൻ്റെ അടിസ്ഥാനം. പക്ഷേ അതിലുപരി ഈ നിയമം അത് കുട്ടികൾക്ക് തിന്മ കാണിക്കാനുള്ള ഒരു അതൊരു വള വരുന്നതാണ് അതിനെ പറയുന്നത്. നമുക്ക് അവർ മറയായിട്ട് അതിനെ മാറിയിരിക്കും. അതല്ല, അതിലുപരി നമ്മൾ കുട്ടികളെ മനസ്സിലാക്കുക. ഇപ്പോൾ എന്തെങ്കിലും ഈ ഒത്തിരി കമ്മീഷനുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വന്ന് ഈ അധ്യാപകരുടെ ആ അവർക്കൊരു ധൈര്യമായിട്ടൊരു ആക്ഷൻ എടുക്കാൻ, അല്ല ഒരു തിരുത്തൽ കൊടുക്കാൻ. നമ്മളിപ്പോൾ കുട്ടികളെ ആർക്കും കുട്ടികളെ ശിക്ഷിക്കണമെന്നോ അടിച്ച് മർദ്ദിച്ച് ഒന്നും അങ്ങനെ ഒരു അധ്യാപകനും ചെയ്യത്തില്ല. നല്ല അധ്യാപകർ ഒരിക്കലും ചെയ്യത്തില്ല. എനിക്കറിയാം, ഞാൻ വർഷങ്ങളായിട്ട് കാണുന്നതല്ലേ, നൂറുകണക്കിന് അധ്യാപകർ എൻ്റെ കൂടെയുണ്ട്. നല്ല അധ്യാപകർ, എല്ലാ അധ്യാപകരും പൊതുവെ അങ്ങനെയാണ്. ചുരുക്കം എക്സെപ്ഷൻസ് ഒക്കെ ആണ്. പക്ഷേ അപ്പോൾ അവിടെ കുട്ടികളെ ഒരു കറക്ഷൻ കൊടുത്തുന്നു, ഒന്ന് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള ഒരു വിഷമം ഇന്ന് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് പഴയ അധ്യാപകരൊക്കെ ഇപ്പോൾ മടുത്തു എന്നാണ് പറയുന്നത്. പുതിയ ജനറേഷൻ ആൾക്കാർ വരുമ്പം അതുകൊണ്ട് അവരിതെല്ലാം കണ്ടുവരുന്നുണ്ട്. ഒരു നിസ്സംഗത മനോഭാവം സമൂഹത്തിലുണ്ട്. ഞങ്ങളായിട്ട് എന്തിനാ ഈ പൊല്ലാപ്പ് പിടിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്തൊന്നും പോകുന്നില്ല. അവിടെ വന്ന് ഇവിടെ ഈ പോലീസ് കേസായി, പിള്ളേർ അവിടെ വിളിച്ച് പറയുന്നു, ഇവിടെ വിളിച്ച് പറയുന്നു. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിള്ളേരുടെ വഴിക്ക് പൊക്കോട്ടെ, ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് പൊക്കോട്ടെ എന്നുള്ള ഒരു സമീപനമുണ്ട്. അത് ഒട്ടും ശരിയായ സമീപനമല്ല. നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന്, ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് സ്നേഹത്തോടുകൂടി ഈ അധ്യാപന വൃത്തിയിൽ ഏർപ്പെട്ടില്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. നമ്മൾ ചെയ്യുന്ന ജോലിയെ നമ്മൾ ഹൃദയപൂർവ്വം സ്നേഹിച്ചെങ്കിലേ നമുക്കതിന് നിലനിൽക്കുവാനും അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഫലം ഉണ്ടാവുകയുള്ളൂ. ഏത് കാര്യമാണെങ്കിലും നമ്മൾ ഹൃദയപൂർവ്വം സ്നേഹിച്ച് കഴിയുമ്പോഴാണ് നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ എൻ്റെ ഈ പ്രൊഫഷനെ ഹൃദയപൂർവ്വം ഉൾക്കൊണ്ടിട്ടാണ് ഞാൻ ഇപ്പോഴും ഇങ്ങനെ 30 കൊല്ലം മുമ്പ് ചെയ്ത് അതേ രീതിയിൽ തന്നെ നിൽക്കാൻ സാധിക്കുക. എനിക്ക് അത്രയും സ്നേഹമുള്ള ഒരു ഫീൽഡായാണ് കുട്ടികളെ ഇഷ്ടം, ആ രീതിയിൽ പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് ഇന്ന് കടന്നു വരാനായിട്ടുള്ള ഈ മറ്റ് പ്രതികൂലമായ സാഹചര്യങ്ങളുള്ളതുകൊണ്ട് അധ്യാപകർക്ക് ഒരു വിമുഖതയുണ്ട് ഇങ്ങോട്ട് കടന്നു വരാനായിട്ട്, കുട്ടികളെ തിരുത്താനായിട്ട്. പണ്ട് നമുക്ക് അടി കൊടുക്കാമായിരുന്നു, തിരുത്തുമായിരുന്നു, കുട്ടികൾ വലിയ പ്രശ്നമൊന്നുമില്ല. ഇന്ന് പെട്ടെന്ന് അവർ അപ്സെറ്റ് ആകും, പേരൻസിന് അത് ഇടപെടും, അങ്ങനെ പല ആൾക്കാർ ഇടപെട്ട് മൊത്തം ഒരു സീനാക്കി മാറ്റുക. അപ്പോൾ അത് നേരിടാൻ പലർക്കും തയ്യാറല്ല. അപ്പോൾ അതുകൊണ്ട് സംഭവം എന്താണ്, കുട്ടികളാണ് അവിടെ, അവർക്കാണ് നഷ്ടം.
കുട്ടികൾക്കൊന്നും എല്ലാം ഓക്കെ എന്ന് പറഞ്ഞു കൊടുത്ത് അവസാനം കുട്ടികൾ ഒരിക്കലും തിരുത്തപ്പെടാൻ പറ്റാത്ത വലിയൊരു സാഹചര്യത്തിലേക്ക് ചെന്ന് വീഴുകയും അതിൻ്റെ പരിണതഫലം സമൂഹത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു. അതുപോലെ തന്നെ അച്ഛന് ഞങ്ങളൊന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അച്ഛന് നല്ലൊരു വിദ്യാർത്ഥി ഒരു സുഹൃത കൂട്ടായ്മ തന്നെയുണ്ട്. കാരണം പഴയ കാലങ്ങളിൽ അച്ഛൻ പഠിപ്പിച്ച പലരും ഉന്നത മേഖലയുള്ളവരും പലപ്പോഴും അച്ഛനെ കാണാൻ വരുന്നു, അവർ ഒന്നിച്ചു കൂടുന്നു, അച്ഛൻ്റെ കൂടെ ആയിരിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു അച്ഛൻ്റെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അച്ഛൻ ഇപ്പോൾ കുറച്ചിപ്പോൾ പറഞ്ഞ പോലെ ഓരോ വിദ്യാർത്ഥികളുടെയും ഭവനങ്ങളിൽ പോകുന്നു, അവരുടെ ആ ഭവനത്തിലെ ചുറ്റുപാടുകൾ മനസ്സിലാക്കിക്കൊണ്ട് അച്ഛൻ അവരെ ഇവിടെ ശുശ്രൂഷിക്കുന്നു ആ രീതിയിൽ തന്നെ. അതുകൊണ്ട് ആരും നഷ്ടപ്പെടാതെ പോകുന്നു. ഇത് അച്ഛന് സാധിക്കുന്നത് എങ്ങനെയാണ്? ഇത് നമ്മുടെ മറ്റുള്ള ഒരു അധ്യാപകർക്ക് ഇത്രയും ചെയ്തില്ലെങ്കിലും ഇങ്ങനെ ഒരു സ്നേഹിക്കാൻ പറ്റാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അത് ഞാനും ചെയ്തുകൊണ്ടിരുന്ന ഞാൻ വീടുകളിൽ പോകും. 96 തൊട്ടിങ്ങനെ 10ാം ക്ലാസ്സിലെയും 12ലെയും കുട്ടികളുടെ വീട്ടിൽ പോയി നേരം സംസാരിക്കും, പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു വ്യക്തിപരമായ ബന്ധം അന്ന് തൊട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടിലൂടെ ഒരുപാട് ആൾക്കാരെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വീട്ടിലത്തെ വിഷയങ്ങൾ അല്ലെങ്കിൽ എന്താണ് കുട്ടിയുടെ പ്രശ്നം എന്നുള്ളത് ചുമ്മാ വെറുതെ ഒരു നമുക്കറിയാമല്ലോ, സോഷ്യൽ ലൈഫാണല്ലോ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് ഉണ്ടായിരുന്നു. അത് ഇന്നും ഉണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ 10ൽ എഴുതിയ എല്ലാ പിള്ളേരുടെയും വീട്ടിൽ പോയതാണ്. കഴിഞ്ഞ വർഷം കഴിഞ്ഞ 3 കൊല്ലം കൊണ്ട് ഞാൻ 1300 വീടുകളിൽ പോയി, എല്ലാം നാനാജാതി മതസ്ഥരുടെ. അപ്പോൾ അതൊരു സാമൂഹിക ബന്ധത്തിനും മറ്റ് ആൾക്കാരെ എല്ലാ വിശ്വാസ സമൂഹങ്ങളെയും വിശ്വാസത്തിലെടുക്കാനും അവരോടൊക്കെ പെരുമാറാനും ഇടപെടാനും ഒക്കെ സാധിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ടാണ് അന്ന് പഠിച്ചു പോയ കുട്ടികൾക്കൊക്കെ വലിയ താല്പര്യമാണ്, എനിക്കും താല്പര്യമാണ്. പേരെല്ലാം ഓർത്തിരിക്കും. പേര് പഠിക്കുക എന്നുള്ളൊരു പ്രധാന കാര്യമാണ്. ഞാൻ സാധാരണ ഇത് ശ്രമിക്കാറുണ്ട് ഹയർ ക്ലാസ്സിലെ കുട്ടികളെല്ലാം പേര് പഠിക്കാൻ. അപ്പോൾ അതിന്നും ഓർത്തിരിപ്പുണ്ട്. പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഫേസ്ബുക്കിലും ഒക്കെ ഉണ്ട്. അങ്ങനെ അവരുമായിട്ടുള്ള ബന്ധങ്ങൾ തുടർന്നുകൊണ്ട് പോകാനായിട്ട് സാധിക്കുന്നു. ഇപ്പോൾ ഈ സ്കൂളിലൊക്കെ പഠിച്ചു പോയ പിള്ളേരാണെങ്കിലും എനിക്ക് വന്ന ഒരു ലോകത്തിലൊരു 70-80 രാജ്യങ്ങളിൽ നല്ല നിലയിൽ ജോലി ചെയ്യുന്നവരാണ്. ഞാൻ ഒരുപാടടുത്ത് പോയിട്ടുമുണ്ട്, ഒരു കണ്ടിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ബന്ധങ്ങളുണ്ട്. ഇവിടെ അടുത്തൊക്കെ നോക്കിയാൽ ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകൾ, ഡോക്ടർമാരും എല്ലാ തലത്തിലും. അപ്പോൾ അങ്ങനെ ആ ഒരു ബന്ധം, വ്യക്തിബന്ധങ്ങളിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ടു ലീവ് ഈസ് ടു റിലേറ്റ് എന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബന്ധപ്പെട്ടാണ് ഇരിക്കുക എല്ലാവരുമായിട്ട്. അതായത് നമുക്ക് ആർക്കും ഒറ്റപ്പെട്ട തുരുത്തുകളായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. ആ ഒരു ബോധ്യം നമ്മൾ ഈ തലമുറയിലൂടെ വളർത്തിയെടുക്കണം. നമ്മളോട് എല്ലാവരുമായിട്ട് ഇടപെടാൻ പഠിക്കണം. സന്ദർശനം ആവശ്യമാണ്. മറ്റുള്ളവരെ കാണണം, കേൾക്കണം. പ്രധാനപ്പെട്ട കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഇന്ന് ഫോണ് എല്ലാം നല്ലതാണ്, ഉപകാരപ്രദമാണ്. പക്ഷേ ഈ ഫോണിലുള്ള അമിതമായിട്ടുള്ള ഫോണിനോടുള്ള താല്പര്യം, മുറിയിലോട്ട് കയറി കഥ കടച്ച് ഈ ഫോണുമായിട്ട് 5-6 മണിക്കൂർ ഇരിക്കുന്ന കുട്ടികളെ എനിക്കറിയാം. അത് അവരുടെ സോഷ്യൽ ലൈഫ് തന്നെ തീരുകയാണ്. ഒരു ഇൻട്രാക്ഷനുമില്ല, പേരൻസിനോട് പോലും മിണ്ടുകയില്ല, കമ്മ്യൂണിക്കേഷനിൽ ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള അതൊരു വലിയൊരു ഭയാനകമായ അവസ്ഥയാണ്. അപ്പോൾ അതിനെതിരെ നമ്മൾ എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. വ്യക്തിപരമായ ബന്ധങ്ങൾ കാത്ത് സൂക്ഷിക്കുക എന്നുള്ളതാണ്. അത് മാതാപിതാക്കളും മക്കൾ തമ്മിലും അയൽവക്കാർ തമ്മിലും കുടുംബാംഗങ്ങൾ തമ്മിലും വൈദികരാണെങ്കിൽ ഇടവക സമൂഹമായിട്ടും കുട്ടികളുമായിട്ടും കുടുംബങ്ങളുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധങ്ങൾ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുകയും ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് അറിവ് കിട്ടുന്നത്. വ്യക്തിപരമായിട്ട് അറിവാണ്. വ്യക്തിപരമായിട്ട് അറിയുമ്പോഴാണ് നമുക്ക് സഹായിക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ അച്ഛനിങ്ങനെ പറഞ്ഞായിരുന്നു, പല കുടുംബങ്ങളിലും പ്രാർത്ഥനകളില്ലാതായി പോകുന്നു. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ പലപ്പോഴും റൂമുകളിൽ ഒറ്റപ്പെടുന്നു. ഇത് നമ്മൾ കുറച്ച് മുമ്പ് ആദ്യമേ നമ്മൾ ചർച്ചയ്ക്ക് മുമ്പ് പറഞ്ഞ പോലെ ആ വെബ് സീരിയലിൻ്റെ അകത്ത് ഏറ്റവും ലാസ്റ്റ് ആ ക്രിമിനൽ കുറ്റം ചെയ്ത ആ കുട്ടിയുടെ മാതാപിതാക്കൾ അവസാനം ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് അവർ തമ്മിലൊരു ചർച്ച ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്ത് അവർ പറയുന്നത് നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമായതെല്ലാം അവന് കൊടുത്തു, പിന്നെ എന്തുകൊണ്ട് അവൻ ചെയ്തു. അവസാനം ആ കുട്ടിയുടെ റൂമിൽ വന്നിട്ട് അവൻ കടന്ന ആ റൂമിലെ ബെഡിൽ അവൻ പില്ലോയോട് ചേർത്ത് അവൻ പൊട്ടിക്കരഞ്ഞിട്ട് കുട്ടിയാണെന്ന് കണ്ടുകൊണ്ട് അവിടെ ഇരിക്കുന്ന ഒരു പാവക്കുട്ടിക്ക് ഉമ്മ കൊടുത്തുകൊണ്ട് പറയുന്നുണ്ട്, സോറി മോനെ, ഞാൻ നിന്നെ ഒന്നുകൂടെ നല്ല രീതിയിൽ വളർത്തേണ്ടതായിരുന്നു. ഇന്ന് പലപ്പോഴും നമ്മുടെ മാതാപിതാക്കൾ കുട്ടികൾക്ക് ആവശ്യമായതുള്ള എല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷേ അവർക്കെപ്പോഴും ഒരു ആത്മീയ ദാരിദ്ര്യം അവർ അനുഭവിക്കുന്നുണ്ട്. അത് നമ്മുടെ ഈ അച്ഛൻ പറഞ്ഞ പോലെ നമ്മുടെ സഭയൊക്കെ ചേർത്ത് നിർത്തിയ ഒരു കുടുംബ പ്രാർത്ഥനയുടെ ശക്തി ഇല്ലാതെ പോയതുകൊണ്ടല്ലേ കുഞ്ഞുങ്ങൾക്കൊരു അനാഥത്വം തോന്നുന്നതും ഇങ്ങനെയുള്ള ഒരു
പ്രതിസന്ധിയിലേക്കൊക്കെ അവർ കടന്നു പോകുന്നല്ലോ അച്ഛാ? തീർച്ചയായിട്ടും. അതായത് നമ്മുടെ കുടുംബ പ്രാർത്ഥനയായിരുന്നു സന്ധ്യയാകുമ്പോൾ ഒരു 6:30 അല്ലെ 7, 6:45, 7:30 ഇടയ്ക്ക് എല്ലാ വീടുകളിലും കുരിശുമണി അടിക്കുമ്പോൾ ഒഴുകി അമ്മച്ചിമാർ, വല്യമ്മച്ചിമാർ കൊന്തയെടുത്ത് വള കുരിശ് വരയ്ക്കാൻ ഇരിക്കാമെന്ന് പറഞ്ഞ് നമ്മളെ നിർബന്ധിച്ച് അല്ലെ വിളിച്ചിരുത്തി നമ്മളെല്ലാവരും കുരിശ് വരയ്ക്കുകയും പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ കുരിശ് വരച്ചിട്ട് സ്തുതിയില്ലെന്ന് ആ ഒരു വലിയ ഞങ്ങൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ പറയുന്നത് അതൊക്കെ ഭയങ്കര അനുഭവമാണ്. അതുപോലെ തന്നെ ദിവസങ്ങളിലുള്ള പള്ളിയിൽ പോക്ക്, അവധിയുള്ള ദിവസം ശനിയാഴ്ച അല്ലെങ്കിൽ ഏത് ദിവസം കണ്ടെങ്കിലും വിളിച്ചെഴുന്നേൽപ്പിച്ച് പള്ളി വിടുമായിരുന്നു. അപ്പോൾ നല്ലൊരു പേരൻറ്റിങ്, നല്ല മാതാപിതാക്കന്മാർ, അവരുടെ സ്വാധീനം ആണ് എല്ലാവരെയും, പഴയ ആളുകളെ എല്ലാം നയിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ ദിവസങ്ങളിലൊക്കെ നമ്മുടെ പള്ളികളൊക്കെ കുട്ടികൾ മുമ്പിലുണ്ടായിരുന്നു. ഇന്ന് അത് വന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആത്മീയതയുടെ ഒരു അഭാവം അത് വളരെ പ്രകടമാണ്. ഒരു ആത്മീയമായിട്ടുള്ള ഒരു ജീവിതം നയിക്കണമെന്ന്, ദൈവമായിട്ടുള്ളൊരു കണക്ഷൻ, ദൈവത്തിൽ വിശ്വാസമൊക്കെ ഉണ്ട്, എന്നാലും അതിനെ നമുക്കൊന്ന് പ്രതിഫലിപ്പിക്കുവാനായിട്ട് പലപ്പോഴും സാധിക്കുന്നില്ല. വിശ്വാസം ഇല്ലാത്തവരും ഉണ്ട്, അതും കൂടി വരുന്നുണ്ട് ഒരു വശത്തൂടെ. പക്ഷേ ആ വിശ്വാസത്തിൽ വളരാൻ തക്ക രീതിയിലുള്ള പരിശീലനം വീട്ടിൽ മാതാപിതാക്കന്മാർ അല്പം കൂടെ ശ്രദ്ധിക്കണം. നമ്മൾ പേരൻസ് ആർ ദ ഫസ്റ്റ് ടീച്ചേഴ്സ് എന്ന് പറയുന്നുണ്ട്, കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് പറയുന്നുണ്ട്. അതാ മാതാപിതാക്കന്മാരാണ് ആദ്യത്തെ അധ്യായം. അവരെ വീട്ടിൽ ഇത് കാണിച്ചു കൊടുക്കുകയും ഒരുമിച്ചിരുന്ന് കുരിശ് വരയ്ക്കുകയും ചെയ്യുന്നത്. കുടുംബ പ്രാർത്ഥന കുറഞ്ഞു പോയിട്ടുണ്ട്, അത് പല കുടുംബങ്ങളിലും ഇല്ല. അപ്പോൾ കുട്ടികളോട് ഞാൻ ചോദിക്കാറുമുണ്ട്. അതിൻ്റെ ആണ് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ചിട്ടയില്ല. അതായത് നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ആ ആത്മീയതയും നമ്മൾ അതിൻ്റെ സെൻറ്ററിൽ വെച്ചില്ലെങ്കിൽ ബാക്കി ഒന്നും അതിന് പകരമാകത്തില്ല. അതാണ് നമ്മുടെ വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തെ അധികമായി സ്നേഹിക്കുക. നമുക്ക് ഒന്നാമത്തെ കൽപ്പന അത് തന്നെയാണ്. ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സർവ്വശക്തിയോടും കൂടെ സ്നേഹിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ കുറവ് വരുത്തുമ്പോൾ പിന്നെ എല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അതെല്ലാം നമ്മൾ അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇതിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ ആ ഒരു റീഓറിയൻറ്റേഷൻ ആവശ്യമാണ്. നമ്മൾ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധമാണ് അടിസ്ഥാനപരമായിട്ടുള്ള ആ ബന്ധം. അതിന് ഉതകുന്ന രീതിയിലുള്ള കുടുംബ സംവിധാനങ്ങൾ, പ്രാർത്ഥനാ ജീവിതം, പ്രത്യേകിച്ച് നമ്മുടെ സഭയിലെ കൂദാശകൾ സ്വീകരിക്കാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക. ഇവിടെയൊക്കെ ഞങ്ങൾ എല്ലാ മാസവും കുമ്പസാരവും കുർബാനയും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പേരൻസ് അതിനായിട്ടൊന്ന് പ്രോത്സാഹിപ്പിച്ച് ഒക്കെ അവരെ അതിലേക്ക്, ഇച്ചിരി മടിയൊക്കെ കാണും പിള്ളേരല്ലേ, നമ്മൾ കാണുന്ന ചില മടിയൊക്കെ ഉണ്ട്, രാവിലെ കിടന്ന് 4 എഴുന്നേറ്റ് പോകാൻ നമ്മൾ നിർബന്ധിക്കുമ്പോൾ പോവും. അല്പം നിർബന്ധം, നമ്മൾ ചില ചിട്ടകളുണ്ടാകാൻ നിർബന്ധം ആവശ്യമാണ്. ഡിസിപ്ലിൻ്റെ ഭാഗമാണ് ചിട്ട. ഇപ്പോൾ പട്ടാളത്തിലൊക്കെ പോകുമ്പോൾ രാവിലെ എഴുന്നേറ്റ് ഡ്രില്ലൊക്കെ ചെയ്യാന്നുള്ളത് അതൊക്കെ ഒരു ചിട്ടയാണ്. അപ്പോൾ ചിട്ടയുടെ ഭാഗമായിട്ട് ഡിസിപ്ലിനും ചിട്ട ഇതെല്ലാം അതൊരു ഭാഗമാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അല്പം ഒരു ഫോഴ്സ് ആവശ്യമാണ്. പക്ഷെ ഇന്ന് പലരും പറയുന്നത് എന്തിനാണ് നിർബന്ധിച്ച് പള്ളി വിടുന്നത്, എന്തിനാണ് നിർബന്ധിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു കുട്ടിക്ക് മരുന്ന് കഴിക്കണം, അത് കയ്പുള്ള മരുന്നാണ്, നിർബന്ധിക്കുന്നു. കാരണം അവൻ അറിയാം നമുക്ക് ആവശ്യമാണ്, ആ മരുന്ന് കഴിച്ചെങ്കിൽ അവൻ രക്ഷപ്പെടുള്ളൂ. അപ്പോൾ അവിടെ നിർബന്ധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ്, അല്പം ഒരു നിർബന്ധം ആവശ്യമാണ്. അത് പലപ്പോഴും പേരൻസും അധ്യാപകരും ഒന്നും അത് ചെയ്യുന്നില്ല. പിള്ളേരെ അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുന്ന അത്ര നമ്മളായിട്ടില്ല. അത്രയും ഫ്രീഡത്തിലേക്ക് പിള്ളേരെ ഈ കൗമാരക്കാർ ധാരാളം ഫ്രീഡം കിട്ടുമ്പോൾ അത് ഉപയോഗിക്കാനുള്ള കഴിവ് അവർക്ക് ഇല്ലെന്നുള്ളത് സത്യമാണ്. അത് പണ്ടും അങ്ങനെയായിരുന്നു. അപ്പോൾ അതിനാണ് നമ്മൾ കൺട്രോൾഡ് ഫ്രീഡം, നിയന്ത്രിതമായിട്ടുള്ളൊരു ഫ്രീഡം വിത്ത് റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് കുട്ടികളെ നമ്മൾ കൊണ്ടുപോകണം. എടാ ഇത് ചെയ്ത് ഇങ്ങനെയാണ് വന്നേ. അപ്പോൾ പേരൻസ് മാതൃക കാണിച്ചു കൊടുക്കുന്നു. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ അത് പലപ്പോഴും സാധിക്കുന്നില്ല. ഒരു നേരമെങ്കിലും ഞാൻ പറയാറുണ്ട്, അത്താഴമെങ്കിലും ഇരുന്ന്, രാവിലെയൊക്കെ തിരക്കായിരിക്കും, ഉച്ചയ്ക്ക് കാണത്തില്ല, വൈകുന്നേരത്തെ അത്താഴ സമയത്തിരുന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, ഒരുമിച്ച് പ്രാർത്ഥന, കുറച്ച് ഒരു ജപമാല, എന്തെങ്കിലും ഒരു പ്രാർത്ഥന ചൊല്ലി ഒരുമിച്ചിരുന്ന്, എന്നിട്ട് ഒരുമിച്ചിരുന്ന് സംസാരം, ഇതെങ്കിലും മിനിമം ഉണ്ടെങ്കിൽ കുട്ടികൾ കുറച്ച് പേരൻസുമായിട്ട് സംസാരിക്കും. അവിടെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴും ഫോണിൽ നോക്കിക്കൊണ്ടായിരിക്കുന്നത്, അങ്ങനെ ഒരു അവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മതി. കുറച്ചുകൂടെ മാതാപിതാക്കന്മാർ ഇതിനെപ്പറ്റി ഒന്ന് ബോധവാന്മാരായാൽ തീർച്ചയായിട്ടും നമുക്ക് കുട്ടികളെ കുറച്ചുകൂടെ നല്ല രീതിയിൽ പരിശീലിപ്പിക്കാനായിട്ട് സാധിക്കും. അച്ഛൻ ഇതിങ്ങനെ പറഞ്ഞപ്പോഴാണ് ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു പേരൻ്റ് എന്നെ ആയിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു, എപ്പോഴും 24 hours മൊബൈലിലിരുന്ന് കൊച്ചിനോട് ഇരുന്ന് പഠിക്കട, മൊബൈൽ താഴെ വെക്കടാ എന്ന് പറഞ്ഞപ്പോൾ അവൻ പെട്ടെന്ന് തന്നെ പ്രതികരിച്ചത് അപ്പനാദ്യം മൊബൈൽ താഴെ വെക്കാനാണ്. അപ്പം അന്നേരമാണ് പുള്ളിയിലെ അദ്ദേഹത്തിലൊരു ചിന്ത വന്നത്, ശരിക്കും ഞാനും എൻ്റെ വൈഫും എപ്പോഴും മൊബൈലിലാണല്ലോ, ജോലി കഴിഞ്ഞ് വന്ന് ഞങ്ങൾ വീട്ടിലിരുന്ന് ചെയ്യുന്നു, അതുകൊണ്ട് പ്രാർത്ഥന മുടങ്ങിപ്പോകുന്നു, ഞങ്ങൾ ഉണർന്നില്ലെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ തകരുമെന്നുള്ള ഒരു വലിയ ബോധം വന്നപ്പോൾ അദ്ദേഹം മൊബൈൽ മാറ്റി വെക്കുന്നു, പ്രാർത്ഥന ആരംഭിക്കുന്നു. ഇപ്പോൾ അച്ഛൻ പറഞ്ഞ പോലെ രാത്രിയിൽ ഒരുമിച്ചിരുന്ന് ഒരു ഭക്ഷണം കഴിക്കുന്നു, ഒരുമിച്ച് സംസാരിക്കുന്നു. അങ്ങനെ വന്നപ്പോൾ ആ വീട്ടിൽ വലിയൊരു മാറ്റം വന്നെന്ന് പറയും. അച്ഛൻ ഇപ്പോഴത്തെ അച്ഛൻ ഇത് പറഞ്ഞപ്പോൾ തന്നെ അത് കേന്ദ്രീകരിച്ചുകൊണ്ടെന്ന് പറയുകയാണ്, നമ്മുടെ ഈ കാലഘട്ടത്തിലെ മാതാപിതാക്കൾ ഒരു ശക്തമായൊരു തീരുമാനം എടുക്കേണ്ടതല്ലേ വീട്ടിൽ ഒരു പ്രാർത്ഥന ഇല്ലായ്മയുടെ ദാരിദ്ര്യം
ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ അതൊരു വലിയൊരു ദുരന്തം ഉണ്ടാക്കുമെന്നുള്ളത്. കാരണം ഈ കാലഘട്ടത്തിൽ ഈ മനുഷ്യ സ്നേഹം, സമൂഹ സ്നേഹമൊക്കെ കുഞ്ഞുങ്ങളിൽ നഷ്ടപ്പെടുകയാണ്. അതിനോട് ഈ മാതാപിതാക്കളോട് അച്ഛൻ എന്താണെന്ന് പറയാനുള്ളത്? തീർച്ചയായിട്ടും മാതാപിതാക്കന്മാർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അതാണ് ഇതിനകത്ത് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഞാൻ പറയാനുള്ളത്. ഞാനിവിടെ PTA മീറ്റിങ്ങുകളിലും വളരെ ശക്തമായിട്ട് പറയാറുണ്ട്, മാതാപിതാക്കന്മാരാണ് ഫസ്റ്റ് ടീച്ചേഴ്സ് എന്ന് ഞാൻ പറഞ്ഞു. അവരാണിത് ശ്രദ്ധിക്കേണ്ടത്. കുട്ടികൾ പ്രത്യേകിച്ച് ഈ ആത്മീയ കാര്യത്തിൽ ഒരു ചിട്ട കൊടുക്കുന്ന എവിടെ നിന്നാണ് കിട്ടുന്നത്? അത് പേരൻസിൽ നിന്നാണ്. മാതാപിതാക്കന്മാരാണ് കൃത്യസമയത്ത് വീട്ടിലൊരു കൃത്യസമയം ഈ കുടുംബ പ്രാർത്ഥനയ്ക്കും ഭക്ഷണം കഴിക്കാനും ആശയവിനിമയം, സോഷ്യലൈസേഷനും ഇതൊക്കെ മാതാപിതാക്കന്മാർ നല്ലൊരു അടിസ്ഥാനം ഇട്ട് കൊടുക്കണം. അത് കൊടുക്കാത്തതുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ വേറെ ലെവലിൽ പോകുന്നത്. ഞാൻ പല തരത്തിലുള്ള ആളുകളെ കാണാറുണ്ട്, പല വിശ്വാസത്തിൽ ജീവിക്കുന്നവരെ കാണാറുണ്ട്. എവിടെയൊക്കെ മാതാപിതാക്കന്മാർ അക്കാര്യം ശ്രദ്ധിക്കുന്നുവോ അവരൊക്കെ വളർന്ന് മിടുക്കരായിട്ട് വരുന്നുണ്ട്. രാവിലെ എഴുന്നേൽക്കുന്ന കാര്യം, രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥന ചെല്ലുന്നു, അതൊരു ചിട്ടയാണ്. ഇന്നിപ്പം നമ്മളെല്ലാവരും താമസിച്ച് കിടക്കുന്നു, താമസിച്ച് എഴുന്നേൽക്കുന്നു, പിന്നെ ക്ലാസ് ഇല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് എഴുന്നേൽക്കുന്ന പിള്ളേർ വരെയുണ്ട്. അപ്പോൾ ആ ഒരു ചിട്ട പോയി. നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചിട്ടയാണ്. അപ്പോൾ ഇത് ഒരു ഗുഡ് പേരൻറ്റിങ്ങിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കുട്ടികളെ ഒരു കൃത്യസമയത്ത് എഴുന്നേൽക്കുവാനും കിടക്കുവാനും ഒക്കെ പരിശീലനം കൊടുക്കുന്നതും ഒരു ടൈം ടേബിൾ. നമുക്കൊരു ടൈം ടേബിൾ ഉണ്ടല്ലോ ജീവിതത്തിൽ. കാരണം സ്കൂളിൽ വരുമ്പോൾ ടൈം ടേബിൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് വന്നത് ജനറലായിട്ട് നമ്മുടെ ജീവിതത്തിന് ഒരു ടൈം ടേബിൾ ഉണ്ട്. അത് ഫോളോ ചെയ്യണം. കുടുംബത്തിന് ഒരു ടെൻറ്റേറ്റീവ് ടൈം ടേബിൾ വേണം പോകാൻ. അതിന് പ്രാർത്ഥനയ്ക്കും പിന്നെ ഇത് സംസാരിക്കാനും ഭക്ഷണം കഴിക്കാനും ഇത് ഒരു പരിശീലനമാണ്. അത് ഇഗ്നോർ ചെയ്യുന്ന, അവഗണിക്കുന്ന കുടുംബങ്ങൾ, മാതാപിതാക്കൾ വലിയ നഷ്ടമാണ് വരുത്തി വയ്ക്കുന്നത്. കാരണം ഒരു ചിട്ടയില്ലാതെ ഇഷ്ടമുള്ളപ്പോൾ കിടക്കുന്നു, ഇഷ്ടമുള്ളപ്പോൾ കഴിക്കുന്നു, ഇഷ്ടമുള്ളതുപോലെ ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ഒരു വിജയകരമായ ജീവിതം നയിക്കാൻ സാധിക്കുകയില്ല. അത് ഭാവിയിൽ വലിയ പ്രശ്നങ്ങൾക്ക് ഇടയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ബൗദ്ധികമായിട്ട് തന്നെയല്ല, അവർക്ക് വൈകാരികപരമായിട്ടും വേറൊരാളുമായിട്ട് കുടുംബജീവിതത്തിൽ ഏർപ്പെട്ട് കഴിയുമ്പോഴും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള വലിയ ബുദ്ധിമുട്ടുകളാണ്. കാരണം ഒരു ചിട്ടയുടെ ഭാഗമാണ് രാവിലെ എഴുന്നേൽക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതുപോലും ചെയ്യാൻ താല്പര്യമില്ല. അപ്പോൾ നമ്മളെ മുഴുവനും, നമ്മുടെ ജീവിതത്തെ മുഴുവൻ ചൂഴ്ന്നു നിൽക്കുന്നതാണ് അച്ചടക്കം എന്ന് പറയുന്നത്. അത് ലഭിക്കുന്നത് മാതാപിതാക്കന്മാരിൽ നിന്നാണ് അടിസ്ഥാനപരമായിട്ട്. ബാക്കിയാണ് നമ്മൾ സ്കൂളിൽ നിന്ന് അധ്യാപകർ ഞങ്ങളൊക്കെ കൊടുക്കുന്നത്. ഒരു ചിട്ടയ്ക്ക് വേണ്ടി ഈ കടുംപിടുത്തമൊക്കെ ചിലപ്പോൾ പിടിക്കുന്നതിൻ്റെ കാരണം അതാണ്. ഒരു ട്രാക്കിലാക്കി ഇവനെ രക്ഷപ്പെടുത്തി വിടുക എന്നുള്ളത്. അവസാനമായിട്ട് ലാസ്റ്റ് ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. ഈ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഒരു ശൈലി, അവർ പിള്ളേരെ അടിക്കാറില്ല, അവർ പ്രത്യേകം ഉപദേശിക്കുന്നു അല്ലെങ്കിൽ ശാസിക്കുന്നു. നമ്മുടെ ഇവിടെ ചെറിയൊരു ശിക്ഷണമൊക്കെ കൊടുക്കുന്നു. പക്ഷേ എല്ലായിടത്തും പിള്ളേരുടെ, നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ പിള്ളേരുടെ ഒരു മാനസിക തകർച്ച എല്ലായിടത്തും ഒരുപോലെയാണ്. പക്ഷെ അതുമായിട്ടൊരു നമ്മളൊരു അന്വേഷണം നടത്തുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു സ്നേഹമില്ലായ്മ സംഭവിക്കുന്നില്ലേ? ശരിക്കും സ്നേഹമുള്ളിടത്ത് ഇതിനെല്ലാം ഒരു പരിഹാരമല്ല. അപ്പം ശരിക്കും ഇപ്പം യൂറോപ്യൻ രാജ്യങ്ങളിൽ തന്നെയാണെങ്കിലും ഇതുപോലെ തന്നെ വിശ്വാസം പരിപോഷിപ്പിക്കാനായിട്ട് അവർ ശ്രമിക്കാറില്ല. നമ്മുടെ ഈ ഇടയ്ക്ക് തന്നെ നമ്മുടെ ഒരു മന്ത്രി തന്നെ പറയുണ്ടായി, സ്കൂളിൽ നിന്ന് പ്രാർത്ഥനയൊക്കെ ഒഴിവാക്കണമെന്നൊക്കെ. അത് ഒരു സ്നേഹമില്ലായ്മയുടെ, സ്നേഹത്തിൻ്റെ ദാരിദ്ര്യം മൂലം നമ്മുടെ കുഞ്ഞുങ്ങളിലൊരു വലിയൊരു പ്രശ്നം ഉണ്ടാകാനായിട്ട് സാധ്യതയില്ലേ? ഉണ്ട്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ദൈവസ്നേഹത്തിൻ്റെ കുറവ്. നമ്മളിതെല്ലാം സെക്കുലറിസമാണ്. അതായത് മതം വേണ്ട, ദൈവം വേണ്ട എന്നുള്ളൊരു ചിന്താഗതികൾ വളർന്നു വരുന്നുണ്ട്. അതിലുപരി ദൈവത്തെ സ്നേഹിക്കുക, ദൈവം സ്നേഹമാണ്. അതാണ് ആ സ്നേഹത്തിൽ വളരാനായിട്ട് ആണ് നമ്മൾ പൗലോസ്ലീഹ ആ സ്നേഹത്തെപ്പറ്റി പറയുന്നത്. വളരെ ഇതല്ലേ, സ്നേഹം അഹങ്കരിക്കുന്നില്ല, അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല. അപ്പോൾ ആ സ്നേഹമാണ് എല്ലാം. അപ്പോൾ എല്ലാം അവസാനം വരെ നിലനിൽക്കുന്ന സ്നേഹമാണ്. ഈ സ്നേഹത്തിൻ്റെ കുറവ് നമ്മുടെ ഭവനങ്ങളിലുണ്ട്. ആ കർത്താവിൻ്റെ ആ സ്നേഹം അനുഭവിക്കുവാൻ, ആ സ്നേഹം അനുഭവിക്കാനാണ് നമുക്ക് അറിയാം സഭയിലെ കൂദാശകൾ. അതിലൊക്കെ പോകാനുള്ള താല്പര്യം കുറവാണ്. കുറയുന്നതനുസരിച്ച് നമ്മുടെ സ്നേഹം നമ്മുടെ ജീവിതത്തിൻ്റെ ആ ശക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, എനർജി ഇല്ലാതെ പോവുകയാണ്. ആത്മീയമായിട്ടുള്ള ഒരു ശക്തി നഷ്ടപ്പെടുന്നതാണ് അടിസ്ഥാനപരമായ പ്രശ്നം എന്നുള്ളത് പറയാം. അതായത് ദൈവത്തെ കൂടാതെ മുന്നോട്ട് ഈ പുരോഗതികളിലൂടെ അതിൽ അഹങ്കരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ ഇപ്പോൾ ഉണ്ടായി വരുന്നുണ്ട് എന്ന് ഞാൻ സങ്കടകരമായൊരു കാര്യമാണ്. അപ്പോൾ അതുണ്ട്. നമ്മുടെ സ്നേഹത്തിൻ്റെ കുറവ് നമ്മുടെ കുടുംബങ്ങളെ ബാധിക്കുന്നുണ്ട്, നമ്മുടെ സമൂഹത്തിൽ ബാധിക്കുന്നുണ്ട്. വിശ്വാസത്തിൻ്റെ കുറവുണ്ട്, തകർച്ച, കുടുംബ ബന്ധങ്ങൾ, എത്ര കുടുംബങ്ങളാണ് തകരുന്നത്. അപ്പോൾ അങ്ങനെ ആ സ്നേഹമില്ലാത്തതുകൊണ്ടാണല്ലോ കുടുംബം തകരുന്നത്. പ്രീശ്വരെ ഈശോയോട് ചോദിച്ചു ഹൃദയകാഠിന്യത്തെപ്പറ്റി, വിവാഹമോചനം മോശപത്രം എഴുതി കൊടുക്കുന്നു പറയും. അത് പറഞ്ഞ് അങ്ങനെയൊന്നും
ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ആദിയിൽ അല്ലേ? അതെ. അപ്പം പറഞ്ഞ തന്നെ ഹൃദയകാഠിന്യം കൊണ്ടാണ്, നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് മോശം ഇത് എഴുതി കൊടുത്തത്. അപ്പം ഹൃദയകാഠിന്യമാണ് ഇതിൻ്റെ എല്ലാ അടിസ്ഥാനം. അതായത് സ്നേഹമില്ലാത്ത അവസ്ഥ. സ്നേഹമില്ലാത്ത അവസ്ഥ, ഹൃദയകാഠിന്യം എന്ന് പറഞ്ഞാൽ ദൈവമില്ലാത്ത അവസ്ഥയാണ്. സ്നേഹമില്ലാത്ത അവസ്ഥ. ദൈവമില്ലാത്ത അവസ്ഥ സ്നേഹമില്ലാത്ത അവസ്ഥയാണ്. ദൈവം സ്നേഹമാണ്. ഇതാണ് നമ്മുടെ പ്രശ്നം. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ നമ്മുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും എല്ലാം അല്പം കൂടെ സ്നേഹമുള്ള വ്യക്തികളായി മാറുക. അതിന് നമ്മൾ ജാതി മതവർണ്ണം ഒന്നും നോക്കണ്ട. എല്ലാവരെയും സ്നേഹിക്കുക, ഇടപെടുക. മനുഷ്യരല്ലേ, നമ്മളെല്ലാം മനുഷ്യരാണ്. അപ്പം എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്നു. കുഞ്ഞുങ്ങളോട്, ഞാൻ കുട്ടികളോട് സ്നേഹത്തോടെ പെരുമാറാനാണ് ശ്രമിക്കുന്നത് എപ്പോഴും. അതുകൊണ്ടാണ് ഒരു ബന്ധമുള്ളത്. എല്ലാവരും ഇങ്ങനെ മാറ്റി മാറ്റി നിർത്തി സംസാരിക്കും. മുഴുവൻ സമയം അവരുമായിട്ട് സോഷ്യലൈസ് ചെയ്യും. എല്ലാവരുമായിട്ട് 1-on-1 ഇൻട്രാക്ഷനെ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അത് കുട്ടികൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ അവരെ നമ്മൾ അംഗീകരിക്കുന്നു, പേര് വിളിക്കുന്നു, അവിടുന്ന് പാറ്റ് ചെയ്യുന്നു, അതൊക്കെ അവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ വ്യക്തിപരമായ ബന്ധം, അതായത് കർത്താവ് നിന്നെ വ്യക്തിപരമായി സ്നേഹിക്കുന്നു എന്ന് പറയുന്നത്, ആ ബന്ധം നമ്മുടെ ജീവിതത്തിലേക്ക് അതേപടി പകർത്തുമ്പോൾ എന്തുമാത്രം നമുക്ക് പകർത്താൻ പറ്റുമോ അത്രയും നമുക്ക് പകർത്താൻ സാധിക്കും. നമ്മളായിരിക്കുന്ന ജീവിത മണ്ഡലത്തിൽ ധാരാളം ആളുകളെ നമുക്ക് തീർച്ചയായിട്ടും സ്വാധീനിക്കാനും നമ്മുടെ ആ സ്നേഹം കൊടുക്കുവാനും അല്പം ഒന്ന് മെനക്കെടണം. നമുക്ക് തീർച്ചയായിട്ടും ഒത്തിരി ആളുകളെ ചേർത്ത് നിർത്തുവാനായിട്ട് സാധിക്കും. ഈ കാലഘട്ടത്തിലെ കുഞ്ഞുങ്ങൾ, ജെൻസി എന്ന ആ തലമുറയിലെ മക്കളോട് ദൈവത്തിൻ്റെ സ്നേഹമില്ലായ്മയാണ് അവരനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് ഈ ചർച്ചയിലൂടെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. പ്രത്യേകിച്ച് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ പ്രാർത്ഥനയിൽ ചേർത്ത് നിർത്താൻ പറ്റാതെ പോകുന്നുണ്ട്. അവർ പ്രാർത്ഥനയിൽ കാണിക്കുന്ന ദാരിദ്ര്യം, അതെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ സമൂഹത്തിൽ നിന്നെല്ലാം ഏകാന്തതയിലേക്ക് മാറ്റപ്പെടുന്ന ഒരു മേഖലയാണെന്ന് നമുക്ക് ഈ ചർച്ചയിൽ മനസ്സിലായി. അതുകൊണ്ട് ഇതിനെല്ലാം പരിഹാരം ക്രിസ്തുവിൻ്റെ സ്നേഹമാണെന്നും ക്രിസ്തുവിൻ്റെ സ്നേഹമുള്ളിടത്ത് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടെന്നുമൊക്കെ നമ്മളൊന്ന് തിരിച്ചറിയുകയുണ്ടായി. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ മണമുള്ള മാതാപിതാക്കളും അധ്യാപകരും ജനിക്കട്ടെ. ആ സ്നേഹത്തിൻ്റെ മണം നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുമ്പോൾ എല്ലാ സ്കൂളുകളും എല്ലാ ഭവനങ്ങളും സ്വർഗമായി മാറും. ഈ തലമുറ സമൂഹത്തിനും രാഷ്ട്രത്തിനും കുടുംബത്തിനും സഭയ്ക്കുമൊക്കെ ഈ മക്കൾ അനുഗ്രഹമായി മാറും. എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നേരാം. നമ്മുടെ ഈ ചർച്ചയിൽ നമ്മളോട് പങ്കെടുത്ത റവറൻഡ് ഫാദർ ആൻ്റണി തൊക്കനാട്ട് അച്ഛന് പ്രത്യേകമായിട്ടും നന്ദി പറയുന്നു. അച്ഛാ, ഈശോ മിശിഹായ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.